ഹരിതം വടകരയുടെ മൂന്നാമത് പുരസ്കാരമായ ഹരിതരത്നം 2024 ഡോക്ടർ MK മുനീർ MLAക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31 വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുരസ്കാര സമർപ്പണം നടത്തും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഹരിതം വടകരയുടെ മൂന്നാമത് പുരസ്കാരമായ ഹരിതരത്നം 2024 ഡോക്ടർ MK മുനീർ MLAക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31 വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുരസ്കാര സമർപ്പണം നടത്തും. വടകര നിയോജകമണ്ഡലം കേന്ദ്രമായി വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക കലാസംഘടനയായ ഹരിതം വടകര കഴിഞ്ഞ 2020 സംഘടന രൂപീകൃതമായത്. 2022 മുതൽ ഓരോ വർഷവും ഹരിതരത്നം എന്ന പേരിൽ ഒരു പുരസ്കാരം ഞങ്ങൾ നൽകാറുണ്ട്. അതിൻ്റെ 2024 ഹരിതരത്നം പുരസ്കാരമാണ് ഇന്നിവിടെ അതിൻ്റെ ജൂറി അംഗങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നിയോജകമണ്ഡലം പ്രവർത്തന മേഖലയായി വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക കലാരംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഹരിതം വടകര. 2020 രൂപം കൊണ്ട ഈ സംഘടന കഴിഞ്ഞ 5 വർഷമായി വടകര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. 2022 മുതൽ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക കലാരംഗങ്ങളിൽ വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകി വരുന്ന പ്രമുഖ വ്യക്തികൾക്ക് ഹരിതരത്നം എന്ന പേരിൽ 25,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും പുരസ്കാരമായി നൽകി വരുന്നു. ജൂറി പുരസ്കാരം കരസ്ഥമാക്കിയത് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകൻ, മാധ്യമ പ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിത്രകാരൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള മുൻ മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഡോക്ടർ MK മുനീറാണ്. ആ കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ അവാർഡിന് 1-2 പേര് കൂടി പരിഗണിക്കപ്പെട്ടിരുന്നു. K. സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് തുടങ്ങിയ ആളുകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും അവസാനം കേരളത്തിലെ നിലവിലുള്ള സാംസ്കാരിക, സാമൂഹിക രംഗത്ത് അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഡോക്ടർ MK മുനീറിനെ അവസാനമായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായത്. KSTയുടെ പഴയ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള എഡിറ്റർ ഇൻചാർജായിട്ടുള്ള കമാൽ വരദൂർ, മൂസ മഷർ എന്നിവരാണ് ഈ ജൂറിയിലെ മറ്റംഗങ്ങൾ. അവരുടെ അസൗകര്യ നിമിത്തം ഇവിടെ വന്നിട്ടില്ല. ഈ കാര്യം പറയുന്നതിന് വേണ്ടിയും അടുത്ത ദിവസങ്ങളിൽ ഈ അവാർഡ് വടകരയിൽ വെച്ച് തന്നെ ഡോക്ടർ MK മുനീറിന് വിതരണം ചെയ്യുന്നതാണ്, നൽകുന്നതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ MP ഹാരിസ് ബീരാൻ തുടങ്ങിയ സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP മുഖ്യാതിഥിയായിരിക്കും. കൂടാതെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കും. പുരസ്കാര ജൂറി അംഗങ്ങളായ കമാൽ വരദൂർ, സമദ് പൂക്കാട്, VK മൂസ മാസ്റ്റർ വാണിമേൽ എന്നിവരാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. പത്രസമ്മേളനത്തിൽ ജൂറി അംഗമായ സമദ് പൂക്കാട്, ഹരിതം വടകര പ്രസിഡന്റ് അഷ്റഫ് കോറോത്ത്, ജനറൽ സെക്രട്ടറി ഷിജാർ C, ട്രഷറർ MT നാസർ, വൈസ് പ്രസിഡന്റ് ഷംസീർ ഒഞ്ചിയം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അൻസാർ മുഖച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.